നീണ്ട മുടിയും താടിയും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച അന്യസംസ്ഥാന തൊഴിലാളി. എവിടെ നിന്നാണ് കൊല്ലം പള്ളിത്തോട്ടത്തേക്ക് ഇയാൾ എത്തിയതെന്ന് ആർക്കും അറിയില്ല. കാലിലെ പരിക്ക് കാരണം റോഡിന് വശത്തുകൂടി ഇഴഞ്ഞു നടന്ന ഇയാളെ പലരും ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ വെറുതെ നോക്കി കടന്നു പോവുകയല്ല, കരുതലാവുകയാണ് വേണ്ടതെന്ന് പള്ളിത്തോട്ടത്തെ ഒരു കൂട്ടം യുവാക്കൾ തീരുമാനിച്ചു. അന്യസംസ്ഥാന തൊഴിലാളിയെ എത്രയും പെട്ടെന്ന് പള്ളിത്തോട്ടം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. പയ്യനെ സ്റ്റേഷന്റെ പരിസരത്ത് കൊണ്ടുവന്ന് വൃത്തിയാക്കി ശുദ്ധീകരിച്ചതിന് ശേഷം ജില്ലാ ആശുപത്രിയിലേക്ക് കാലിന് വയ്യാത്ത ആളാണ്, ചികിത്സയ്ക്കായിട്ട് ജില്ലാ ആശുപത്രി കൊണ്ടുപോവുകയാണ്. തുടർന്ന് ചിലപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടാവും. പുതിയ വസ്ത്രങ്ങൾ, മുറിവിൽ മരുന്ന് പുരണ്ടതിന്റെ ആശ്വാസം, ചുറ്റുപാടും കരുതലോടെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യർ. ഏതോ പുതിയ ലോകത്തെത്തിയതുപോലെയുള്ള ആശ്വാസം ഈ മുഖത്ത് കാണാം. നിലവിൽ അന്യസംസ്ഥാന തൊഴിലാളിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംസാരിക്കുന്ന ഭാഷ തിരിച്ചറിഞ്ഞ് നാടും ഒപ്പമുള്ളവരെ പറ്റിയും കണ്ടെത്തണമെന്നതാണ് സന്നദ്ധ പ്രവർത്തകരുടെ ലക്ഷ്യം. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. രാഹുലുണ്ട്. അങ്ങനെ കുറച്ചുപേർ അല്ലേ രാഹുൽ ആ സ്റ്റോറിയിൽ പറയുന്ന പോലെ വെറുതെ കണ്ടുപോവുകയല്ല, അങ്ങനെ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അതിലിടപെട്ട് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പോലീസും കാരുണ്യ പ്രവർത്തകർക്കും ഉണ്ടായെന്നാൽ വലിയ ആശ്വാസമാണ്. രാഹുൽ, എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളും ഒക്കെ? വളരെ കുറച്ച് സമയം കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായ ഒരു വാർത്തയായിട്ടാണ് അനുഭവപ്പെടുന്നത്. കാരണം കുറേ ദിവസങ്ങളായി കൊല്ലം നഗരത്തിന്റെ പല പ്രദേശങ്ങളിൽ കാലിലൊരു വലിയ മുറിവുമായിട്ട് ഈ മനുഷ്യനിങ്ങനെ ഇഴഞ്ഞു നടക്കുകയാണ്. കുറേ മനുഷ്യർ കാണുന്നു, നിസ്സംഗമായി നോക്കുന്നു, പരിതപിക്കുന്നു. അതിനപ്പുറത്തേക്കൊന്നും ആ മനുഷ്യനിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. ആ ഘട്ടത്തിലാണ് പള്ളിത്തോട്ടം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം യുവാക്കൾ ഇത് ശരിയാക്കി കളയാം, എന്ത് ആ ജീവിതത്തിലേക്ക് നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന ചിന്തയുടെ ഭാഗമായി നേരെ ഈ മനുഷ്യനെ മുക്കിയെടുത്ത് പള്ളിത്തോട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ആ മനുഷ്യനെ വൃത്തിയാക്കി പുതിയ വസ്ത്രങ്ങൾ നൽകുന്നത് ഒരു നിമിഷം കൊണ്ട് ആ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മാറ്റമാകും ഉണ്ടാകുക. അന്യസംസ്ഥാന തൊഴിലാളിയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഭാഷയുടെ പരിമിതിയുണ്ട് ചോദിച്ച് മനസ്സിലാക്കാൻ. ഇനി മാനസികമായ പ്രശ്നങ്ങളുണ്ടോ, ഓർമ്മക്കുറവുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധനയിൽ പുറത്തു വരേണ്ടതാണ്. എന്തായാലും ഒരു മനുഷ്യജീവൻ അങ്ങനെ വലിയ മുറിവുമായി നടക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോൾ അത് നമ്മൾ കൃത്യമായി നോക്കി അതിലേക്ക് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരുപക്ഷെ ജീവിതത്തിലെ ആ സമയം അതിലേക്ക് മാറ്റിവെക്കാൻ തീരുമാനിച്ച ആ മനുഷ്യർക്കാണ് ആദ്യ കൈയടി നൽകേണ്ടത്. കാരണം ഈ പറയുന്നത് പോലെ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇത് ചെയ്തേ മതിയാകൂ എന്നൊരു കാര്യം അവിടെ ഇല്ല. ആ മനുഷ്യൻ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടാകും ഒരുപക്ഷെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ഒരുപക്ഷെ ഈ മനുഷ്യർ എടുത്തുകൊണ്ട് പോകുമ്പോൾ പോലും എങ്ങോട്ടാണ്, ആരാണെന്ന് പോലും അവർക്കറിയില്ല. വിധേയപ്പെട്ട് കിടക്കുക അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. കാരണം പ്രതീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ്റെ മനസ്സ് നമുക്ക് വായിക്കാൻ കഴിയില്ല. ആ മനുഷ്യൻ അങ്ങനെ അവിടെ നിന്ന് പോയി ജീവിതത്തിലൊരു വലിയ മാറ്റം ഉണ്ടാകുകയാണ്. ആ മുറിവിൽ മരുന്ന് പുരട്ടിയപ്പോൾ, പുതിയ വസ്ത്രം കിട്ടിയപ്പോൾ ഈ മനുഷ്യരെ കണ്ടപ്പോഴൊക്കെ ആ മനുഷ്യൻ്റെ മനസ്സിൽ മാറ്റം തന്നെയാണ് ഉണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മളോട് സംസാരിച്ചു, അതായത് ഈ വ്യക്തിയെ കൊണ്ടുപോയ മനുഷ്യർ അവർ പറയുന്നത് എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ജീവകാരുണ്യ പ്രവർത്തകർ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. അതായത് അവർ പോലും അവരെ വിശേഷിപ്പിക്കുന്നത് അത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവരായി തന്നെയാണ് അവരെ ആ മനുഷ്യരെ അടയാളപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള മനുഷ്യരെ, ചുറ്റുപാടുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ആളുകൾ മുന്നിലേക്ക് വരണം. അങ്ങനെ ആളുകൾ ഉണ്ടെന്ന് നമുക്ക് കാണിക്കാൻ കഴിയണം. അതിനുവേണ്ടിയാണ് ഈ വാർത്ത പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത്. ശരിയാണ് രാഹുൽ. എന്തായാലും ഭാഷ മനസ്സിലാക്കി ഏതാണ് നാടെന്നൊക്കെ അറിയിച്ച് ഉറ്റവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്കൊക്കെ എത്തിക്കാൻ കഴിയട്ടെ അല്ലേ? അങ്ങനെ മുന്നോട്ട് കാര്യങ്ങൾ പോകട്ടെ. ശരി.